ഹായ് ഓൾ, പുതിയ വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കേക്ക് സെറ്റാണ് കേട്ടോ റെഡിയാക്കാനുള്ളത്. നമുക്ക് ഒരു 2 ടയർ കേക്ക്, ഒരു സ്ക്വയർ കേക്ക്, പിന്നെ കപ്പ് കേക്കും ഡോണറ്റ്സും സിക്കിൾസും അങ്ങനെ എല്ലാം വരുന്ന ഒരു സെറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് അവർക്ക് ടോട്ടൽ 4 കിലോ ആണ്. ഈ ഒരു സെറ്റ് അല്ലാതെ നമുക്ക് ഹാഫ് kg 2 കേക്കും കൂടിയും ചെയ്യാനുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 5 കിലോ കേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആ ഹാഫ് kg കേക്കിൻ്റെ വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ മാത്രം വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കണേ. അപ്പോൾ ഞാൻ ഒന്നിച്ച് ആണ് കേക്ക് ബാറ്റർ 2 ബാച്ചാക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 2.5 കിലോ വെച്ചിട്ട് ആദ്യം, ഇപ്പോൾ 2.5 കിലോ വെച്ചിട്ട് പിന്നെ 2 ബാച്ചായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് 2 7 ഇഞ്ചിൻ്റെ ടിന്നും ഒരു 5 ഇഞ്ചിൻ്റെ ടിന്നിലായിട്ടാണ് കേട്ടോ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ഒരു സ്ക്വയർ കേക്ക് ഉണ്ടല്ലോ, അത് 1 kg ടെൻഡർ കോക്കനട്ട് ആണേ. അപ്പോൾ അതിലേക്കുള്ള ഇളനീരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഇളനീര് മതി ശരിക്ക്, നല്ല കഴമ്പൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഞാനിവിടെ എക്സ്ട്രാ 2 മേടിച്ചത് അല്ലുവിനും ഇനുവിനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കതിന് 2 ഫുള്ള് കരിക്കായിരുന്നു, കഴമ്പൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഫുള്ള് നമ്മൾ 4 കൂടിയും കൂട്ടിയിട്ടാണ് ഈ ഒരു കേക്കിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പോകുമ്പോൾ അവൻ്റെ അടുത്ത് പ്രത്യേകം പറയാൻ മറന്നു പോയിട്ടാണ്. നിഹാലാണ് ഷോപ്പിൽ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ എനിക്ക് പോകുമ്പോൾ അവിടെ ഷോപ്പിലത്തെ ആളുടെ അടുത്ത് പറയലുണ്ട്. ഇത് ഞാൻ അവൻ്റെ അടുത്ത് പറയാൻ മറന്നു പോയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഞാൻ 2 ബീറ്റർ ഞാൻ എങ്ങനെ ഓണാക്കിയാലും വർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ബീറ്റർ കേട് വന്നു എന്നുള്ളത്. കുറച്ച് മുന്നേ ഞാൻ ഇവിടെ ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ മിക്സി വെച്ചിട്ട് ഞാൻ പ്രലയൻസ് ഒന്ന് പൊടിക്കാൻ നോക്കിയപ്പോഴാണ് അതും വർക്കാവണില്ല. അപ്പോഴാണ് ഇൻവെർട്ടറിൽ നമ്മളെ ഈ ഒരു കിച്ചണിക്ക് നമുക്ക് കണക്ഷൻ കിട്ടണില്ല എന്നുള്ളത് അപ്പോഴാണ് കേട്ടോ അറിയണത്. അപ്പോൾ ഞാനിവിടെ സോസ് പിന്നെ ഹാളിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ പോയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നോർമൽ സോസ് അല്ല, നല്ല ചേഞ്ച് ഉണ്ട്. മൊത്തത്തിലെ ഫ്ലേവർ തന്നെ ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. നോർമൽ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു, നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ട്രൈ ചെയ്തത് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കേക്കിൽ കൂടെ നമുക്ക് 3 കപ്പ് കേക്കും 3 ഡോണറ്റ്സും 3 സിക്കിൾസും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 7 ഇഞ്ചിലും 5 ഇഞ്ചിലും ആണേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു സ്ക്വയർ കേക്കാണ്, ടെൻഡർ കോക്കനട്ടിൻ്റെ. അപ്പോൾ ശരിക്ക് കസ്റ്റമർ നമ്മളടുത്ത് 4 കിലോൻ്റെ ഒരു 2 ടയർ കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ടർ സ്കോച്ചിൽ, ടെൻഡർ കോക്കനട്ടിൽ. അപ്പോൾ നല്ല ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്ന കേക്കാണ്. പിന്നെ 4 കിലോ 2 ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ വെയിറ്റ് മുകളിലത്തത് താഴേക്ക് നല്ല വെയിറ്റ് വന്നിട്ട് കേക്ക് പൊട്ടി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് മൊത്തത്തിൽ നല്ല ഓവർ ഫില്ലിംഗ് ആയിരിക്കും ഇളനീർ കേക്കൊക്കെ ആകുമ്പോൾ. പിന്നെ കസ്റ്റമർ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ ബട്ടർ സ്കോച്ച് ആക്കി. പിന്നെ ഞാനായിട്ട് അവർ പറഞ്ഞ് 3 കിലോൻ്റെ കേക്ക് നമുക്ക് 2 ടയർ കേക്ക് ചെയ്തിട്ട് 1 kg നമുക്ക് സെപ്പറേറ്റ് വേറെ കേക്കാണ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ ആയിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അത് കട്ട് പീസാക്കിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ 1.5 കിലോ ചെയ്യുന്ന ടിന്നിലാണ് കേട്ടോ, 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കേക്ക് 2 ലെയറായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടൊക്കെ സെറ്റാക്കിയപ്പോൾ വെയിറ്റ് ഇപ്പോഴേ നോക്കിയപ്പോൾ 1.5 കിലോൻ്റെ മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം 1 kg ആണ് നമുക്ക് വെയിറ്റ് വേണ്ടത്. നമ്മൾ എല്ലാ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 1.25 കിലോനായാലും ഓക്കെയാണ്. ഇതിപ്പോൾ ക്രം കോട്ട് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ നമുക്ക് 1.5 കിലോ ഉണ്ട്. അപ്പോൾ അത് പിന്നെ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ അല്ലുവിനും ഇനുവിനും കൊടുത്തു. പിന്നെ ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പിലാക്കിട്ടോ കേക്ക്. ഈ ഒരു കേക്ക് ജസ്റ്റ് നമുക്ക് ആ ഒരു കേക്കിൻ്റെ കൂടെ ആ ഒരു തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രീം കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇപ്പോഴെന്നെ നമുക്ക് കറക്റ്റ് വെയിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തു. ഇതൊക്കെ നമ്മൾ തലേന്ന് ചെയ്യണതാണ്. ഇനി നമുക്ക് കേക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത ഡിസൈനാണ് കേട്ടോ കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു കേക്ക് ബേബിയുടെ 28-നുള്ള കേക്കാണ് കേട്ടോ. 28-ൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ബേബി ഗേളാണ്. അപ്പോൾ പിങ്ക് കളറിൽ ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ചെയ്ത കേക്കും അത് തന്നെയായിരുന്നു. അപ്പോൾ അതേ ഡിസൈനിൽ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് 7 ഇഞ്ചിലും 5 ഇഞ്ചിലാണ് നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ളത്. 5 ലെയർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഫൈനൽ വെയിറ്റ് നോക്കുമ്പോൾ നമുക്കൊരു 3.25 കിലോനുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം ഫില്ലിങ്ങുള്ള കേക്കാണല്ലോ. ഇനി ആ ഒരു വൈറ്റ് പിങ്ക് അതിന് മാച്ചായിട്ട് തന്നെ നമ്മൾ കപ്പ് കേക്കും
സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോണറ്റ്സിൻ്റെയും സിക്കിൾസിൻ്റെയും വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല കേട്ടോ. കാരണം അത് ഞാൻ രാത്രി 12 മണി ടൈമിലൊക്കെയാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോണറ്റ്സും അതുപോലെ സിക്കിൾസും. ഡോണറ്റ്സ് ഞാൻ തലേന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു കേക്ക് രാവിലെ അവർക്ക് 8:30 ആകുമ്പോഴേക്കിന് കൊണ്ടുപോകണം കേട്ടോ. 9 മണിക്കാണ് അവരുടെ പരിപാടി. അപ്പോൾ അവർ 8:30 ഇവിടെ കേക്ക് എടുക്കാൻ വരും. അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് ചോക്ലേറ്റ് ഡിപ്പിങ്ങും കാര്യങ്ങളും ഡോണറ്റ്സ് ഉണ്ടാകലൊന്നും കഴിയില്ല. അപ്പോൾ ഞാൻ എല്ലാം തലേന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്കുള്ള ഡെക്കറേഷനും കാര്യങ്ങളും മാത്രമേ ഇപ്പോൾ ഞാൻ ഈ രാവിലെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ രാവിലെ ഒരു 7 ടൈമിലൊക്കെയാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ 2 കേക്ക് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കഴിയൂലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നല്ല വെളിച്ചം വന്നാലേ നമുക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ വീഡിയോ എടുക്കണം, മഴ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ. ഇത്രയും നേരത്തെ കേക്കൊന്നും അങ്ങനെ കസ്റ്റമേഴ്സ് കൊണ്ടുപോകലില്ല കേട്ടോ. പിന്നെ എല്ലാം അവർ വന്നപ്പോഴേക്കിന് നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം 3 വീതം എല്ലാതും 3 ഐറ്റംസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ഒരു കേക്ക് ഉണ്ടല്ലോ, നമ്മളെ സ്ക്വയർ കേക്ക്, അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ കറക്റ്റ് എണ്ണൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാൻ കേട്ടോ. ഏകദേശം ഒരുപാട് വലുതുമല്ല ചെറുതുമില്ലാത്ത രൂപത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഇത് പിന്നെ ഞാൻ കൂടുതൽ ഡിസൈനൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. ഇത് ഇങ്ങനെ കട്ട് ചെയ്യൽ മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെറ്റിന് മാച്ച് ആവാൻ വേണ്ടിയിട്ട് പിങ്ക് കളറ് ജസ്റ്റ് മുകളിലും സൈഡിലായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 1 kg ടെൻഡർ കോക്കനട്ട് 1 കിലോക്ക് ഞാൻ 1000 രൂപയാണ് കേട്ടോ. നമുക്ക് എന്തായാലും 1 കിലോക്ക് നല്ല റിച്ചായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഇളനീര് യൂസ് ചെയ്യുക. അതേപോലെ നമുക്കൊരു മിൽക്ക് മെയ്ഡിൻ്റെ ബോട്ടിൽ ഫുള്ള് യൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന സിറപ്പ് ഉണ്ടല്ലോ, അതിലും മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ നല്ല റിച്ചായിട്ടുള്ള കേക്കാണേ. അതെന്തായാലും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പ് കേക്കിന് നമ്മൾ 40 രൂപയും ഡോണറ്റ്സിന് 40 രൂപ, അതുപോലെ സിക്കിൾസിന് 55 രൂപയാണ് കേട്ടോ. സിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മളെ പോപ്സിൻ്റെ പോലെയല്ല, അത്യാവശ്യം ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഉണ്ടാവും. അതുപോലെ ഫുള്ളി ചെയ്യുന്നത് നമ്മൾ മിൽക്ക് മെയ്ഡിലാണല്ലോ. അപ്പോൾ ഞാൻ ഈ റേറ്റ് ചോദിക്കണത് റേറ്റ് എത്രയെന്നുള്ള മെസ്സേജ് എപ്പോഴും വരലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ഇനി ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടർ സ്കോച്ച് 3 കിലോ. 1 കിലോക്ക് ഞാനിവിടെ 850 രൂപയാണ് കേട്ടോ ഒരു ബട്ടർ സ്കോച്ചിന് ചെയ്യണത്. അത് നമ്മൾ നോർമലല്ല, നല്ല റിച്ചായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചെയ്ത അതേ ഡിസൈനിലുള്ള ഫ്ലവേഴ്സ് തന്നെ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റോക്ക് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള റോസ് ഫ്ലവർ നമ്മൾ വെച്ചിട്ടുണ്ട്. അധികം ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തിയിട്ടില്ല. മാക്സിമം അതുപോലെ തന്നെ ചെയ്താൽ മതിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു ഫ്ലവേഴ്സും ബോൾസും അതുപോലെ ടോപ്പർ, ബട്ടർഫ്ലൈസ് എല്ലാം, ടയർ ചാർജും ബോക്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു ഓൾ സെറ്റിന് മാത്രം നമ്മൾ 4300 കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, കസ്റ്റമറിന് എന്തായാലും ലാഭം നഷ്ടം എന്ന് പറയുന്നത്. കാരണം ഇത് 4 കിലോ കേക്കാണ് നമ്മളെടുത്ത് ടോട്ടൽ പറഞ്ഞെങ്കിലും അവർക്ക് കേക്ക് ഒരു 5 കിലോ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഒരു 3.25 ഉണ്ട്. അതേപോലെ നമ്മളെ ടെൻഡർ കോക്കനറ്റ് 1.25 ഉണ്ട്. അപ്പോൾ 5 കിലോ കേക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടയർ ചാർജ് സാധാരണ എല്ലാം നോക്കിയിട്ട് നമ്മൾ ടോട്ടൽ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 28ൻ്റെ കേക്കാണല്ലോ, അപ്പോൾ അത് നമ്മൾ ടോപ്പറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പല പല പീസായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാനത് എല്ലാം പീസാക്കിയിട്ട് താഴത്തെ ടയറിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫുൾ സെറ്റിൻ്റെ വീഡിയോ. അപ്പോൾ രാവിലെ വെളിച്ചം ഇങ്ങനെ വരുന്നേ ഉള്ളൂ, സൂര്യൻ ഉദിച്ച് വരുന്ന ടൈമിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇനി നമ്മൾ പാക്ക് ചെയ്തപ്പോക്കിന് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് എല്ലാം ആ ഒരു ടൈമിൽ തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ ഒരു ഐറ്റംസ് എല്ലാം ഞാൻ ഇതേപോലെ ഒറ്റ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കലുണ്ട്. നമുക്ക് അങ്ങനെ ഡെലിവറി ചെയ്യാൻ സേഫായിട്ട് എത്തുന്നുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അവരെടുത്ത് ഡയറക്റ്റ് കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 3 ബോക്സും അവർ സ്കൂട്ടിയിൽ വന്നിട്ടാട്ടോ കൊണ്ടുപോയത്. അപ്പോൾ താങ്ക് യു.